ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അതിര് കവിയാതിരിക്കുക, ഉലുവില്ലാതിരിക്കുക എന്നത് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇസ്ലാം വസത്തിയത്തിനെ അഥവാ മധ്യമ നിലപാടിനെയാണ് മുന്നോട്ട് വെക്കുന്നത്. അതിര് കവിയുമ്പോൾ സംഭവിക്കുന്ന ദുരന്തങ്ങൾ വളരെ വലുതാണ്. അള്ളാഹു ആരോടും അണുവോളം അനീതി കാണിക്കുകയില്ല എന്നു മാത്രമല്ല, നന്മയായി നാം ചെയ്യുന്നതെല്ലാം അവൻ ഇരട്ടിയാക്കി കൊടുക്കും. തന്നിൽ നിന്നുള്ള മഹത്തായ പ്രതിഫലം നൽകുകയും ചെയ്യും. എന്തുകൊണ്ടാണ് നമ്മിൽ പലർക്കും നമ്മൾ സ്വപ്നം കണ്ടത് പോലൊരു ജീവിതം നയിക്കുവാൻ സാധിക്കാത്തത്? മറ്റു കുടുംബാംഗങ്ങളിൽ നിന്നും അസുഖകരമായ തോന്നലുകൾ എന്തുകൊണ്ടാണ് അനുഭവപ്പെടുന്നത്? ഒരു തികഞ്ഞ മുസ്ലിം കുടുംബത്തിലെ ഗൃഹാന്തരീക്ഷം അതിലെ ഓരോ അംഗത്തെയും പരിപോഷിപ്പിക്കുന്നതും സമാധാനവും സച്ചരിതവുമായ ഒരു തലത്തിലേക്ക് അവരെ വളർത്തുന്നതുമായിരിക്കും. നാം ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നമുക്ക് ലഭ്യമാകണമെങ്കിൽ കുടുംബത്തിലെ ഓരോ വ്യക്തിയുടെയും സന്തോഷം വളരെ പ്രധാനമാണ്. ആകയാൽ ഓരോ കുടുംബത്തിൻ്റെയും അടിത്തറ സ്നേഹം, കാരുണ്യം, പരസ്പര വിശ്വാസം, സത്യസന്ധത, ആത്മാർത്ഥത എന്നിവയിൽ അധിഷ്ഠിതമായിരിക്കണം. ഈ ഒരു സമയത്ത് നാം ചർച്ച ചെയ്യുന്നത് ഒരു മികച്ച ചിന്താഗതി നമുക്ക് എങ്ങനെ സ്വായത്തമാക്കാം എന്നതും ഉത്തമമായ പെരുമാറ്റ മര്യാദകളുടെ ആവശ്യകതയുമാണ്. ഒരു അമ്മ ഇത് മനസ്സിലാക്കിയ ഒരാളാണെങ്കിൽ അവരുടെ കുടുംബത്തിൽ സമാധാനമുണ്ടാകും. കാരണം അവരാണ് ഒരു കുടുംബത്തിൽ സമാധാനം നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. അതോടൊപ്പം സാമൂഹിക ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ആത്മീയ ശക്തിയും വൈകാരികമായ കരുത്തും നമ്മുടെ ഉള്ളിൽ എങ്ങനെ പരിപോഷിപ്പിച്ചെടുക്കാം എന്നതിനെക്കുറിച്ചും ഈ അധ്യായത്തിൽ വിവരിക്കുന്നു. ഇസ്ലാമിക മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരു കുടുംബം പടുത്തുയർത്താൻ ഇവയെല്ലാം അത്യന്താപേക്ഷിതമാണ്. ജീവിതമെന്നാൽ സന്തോഷ ദുഃഖങ്ങളുടെ സമ്മിശ്രമാണ്. ചിലപ്പോൾ നമ്മൾ അതിയായ സന്തോഷത്തിലായിരിക്കും, ചിലപ്പോൾ അഗാധമായ വ്യസനത്തിലായിരിക്കും. ഈ രണ്ട് അവസ്ഥകളെയും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. ഒരു സന്തുലിതാവസ്ഥയിൽ എല്ലാം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു ജീവിതം കൈവരിക്കാൻ സാധിക്കുന്നതാണ് യഥാർത്ഥ വിജയം. ശരിയായ രീതിയിൽ ഖുർആനും സുന്നത്തും മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ അത്തരം ജീവിതം സ്വായത്തമാക്കാൻ സാധിക്കുകയുള്ളൂ. ആധുനിക ജീവിത രീതികൾ ഏറ്റവും പൊരുത്തമുള്ള ബന്ധങ്ങളിൽ പോലും അതിൻ്റേതായ സമ്മർദ്ദങ്ങളും വിള്ളലുകളും സൃഷ്ടിക്കുന്നു. പ്രത്യേകിച്ച് ഏറ്റവും ബലഹീനമായ അമ്മായിയുമ്മ മരുമകൾ ബന്ധം. കുഞ്ഞ് ജനിക്കുന്ന നാൾ മുതൽ അവൻ്റെ കാര്യത്തിൽ ആവശ്യത്തിൽ കൂടുതൽ ഉത്കണ്ഠപ്പെടുന്ന ഒരു മാതാവിൻ്റെ സഹജമായ അവസ്ഥയാണ്. ഈ ഒരവസ്ഥ പലപ്പോഴും മറ്റു രീതികളിലായിരിക്കും പുറത്തേക്ക് പ്രതിഫലിക്കുന്നത്. അവൻ്റെ സംരക്ഷണ കാര്യത്തിൽ ആവശ്യത്തിലധികം വ്യാപൃതയാവുക, അവൻ്റെ കാര്യങ്ങളിൽ ആവശ്യമില്ലാത്ത ഇടപെടലുകൾ നടത്തുക. അമ്മായിയുമ്മ ഈ കാര്യത്തിൽ സ്വന്തം വികാരങ്ങളെക്കുറിച്ച് ബോധവതിയായിരിക്കണം. ഇത്തരം അവസ്ഥകൾ മകൻ്റെ വിവാഹത്തോടെ കൂടുതൽ വ്യക്തതയോടുകൂടി കൈകാര്യം ചെയ്യണം. ഒരു അമ്മായിയുമ്മ തൻ്റെ മകൻ്റെയും മരുമകളുടെയും ജീവിതത്തിൽ അതിര് കടന്ന് ഇടപെടലുകൾ നടത്തുന്നത് പല രീതിയിലായിരിക്കും. ചിലത് പ്രകടമായതും മറ്റുള്ളത് സൂക്ഷ്മമായതുമായിരിക്കും. താഴെ പറയുന്ന ചില രീതികൾ നമുക്ക് ആലോചിക്കാം. ആവശ്യപ്പെടാതെ തന്നെ ഉപദേശങ്ങൾ നൽകുക. എവിടെയാണ് അവർ വിനോദയാത്ര നടത്തേണ്ടത് പോലെയുള്ള ഉപദേശങ്ങൾ അവർക്ക് നൽകുക. ഇത് ആവശ്യമില്ലാത്തതാണ്. അവിടെ വീട്ടിൽ മുന്നറിയിപ്പ് നൽകാതെയുള്ള സന്ദർശനങ്ങൾ, പൂന്തോട്ട പരിപാലനം പോലെയുള്ള കാര്യങ്ങളിൽ അവർക്ക് ആവശ്യമില്ലാത്ത സഹായം വാഗ്ദാനം ചെയ്യുക. കുട്ടികളുടെ കാര്യത്തിലുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഉപദേശം നടത്തുക. ഉദാഹരണത്തിന്, കുട്ടി ഏത് വിദ്യാലയത്തിൽ പഠിക്കണം, കുട്ടിക്ക് ഏത് ഭക്ഷണം നൽകണം മുതലായവ. സാമ്പത്തിക ചിലവുകൾ സംബന്ധമായ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിച്ചറിയുക. ഇതൊക്കെ അതിരുകവിയലാണ്. മക്കളുടെ ഭദ്രതയെക്കുറിച്ചുള്ള ഉത്കണ്ഠ മൂലമായിരിക്കും അവർ ഈ രീതിയിൽ കാര്യങ്ങളിൽ ഇടപെടുന്നത്. ഇതുമൂലം അവർ പലരാലും തെറ്റിദ്ധരിക്കപ്പെടുന്നു. സ്വാഭാവികമല്ലെങ്കിലും അവരുടെ ആവശ്യത്തിലധികമുള്ള ഉത്കണ്ഠ അനാവശ്യമായ വാക്കുകളിലേക്കും തർക്കങ്ങളിലേക്കും വഴിതെളിയിക്കും. മിക്കപ്പോഴും മകനും മരുമകൾക്കും നന്മ മാത്രമേ അവർ ആഗ്രഹിക്കുന്നുണ്ടാകുകയുള്ളൂ. ഇത്തരം പെരുമാറ്റ രീതികൾ അവരുടെ സ്നേഹത്തിൻ്റെയും പരിപാലനത്തിൻ്റെയും ഭാഗം മാത്രമായിരിക്കും. ഒരാൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അത് സ്നേഹക്കൂടുതൽ കൊണ്ടാണെന്നും അവരുടെ സ്വകാര്യതകളിൽ ഇടപെടാൻ അവർ ആഗ്രഹിച്ചിട്ടില്ലെന്നും മനസ്സിലാകും. ചുരുക്കം, ചില കുടുംബങ്ങളിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുവാനുള്ള വ്യഗ്രത ആവശ്യത്തിലധികം ഇടപെടലുകൾ നടത്തുന്നതായി അമ്മായിമ്മമാരുമുണ്ട്. തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രതികൂല സാഹചര്യങ്ങളും മറ്റുള്ളവരുടേതായി തുലനം ചെയ്യുവാൻ സാധ്യമല്ല എന്ന്
അമ്മായിയമ്മ മനസ്സിലാക്കണം. തൻ്റെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പൊതുവായ രീതിയിലുള്ള പരിഹാരങ്ങൾ തേടരുത്. എങ്കിലും തൻ്റെ അരക്ഷിതാവസ്ഥയും ഉത്കണ്ഠയും ബന്ധങ്ങളെ ബാധിക്കാതിരിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത് സഹനം എന്നത് ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന തത്വമാണ്. ഓരോ സാഹചര്യങ്ങളിലും തൻ്റെ ഉള്ളിലുള്ള വിചാരങ്ങൾ നിയന്ത്രിക്കാൻ അമ്മായിയമ്മക്ക് സാധിക്കണം. രണ്ടാമത്തെ കാര്യം, മരുമകളുടെ ജീവിതത്തിൽ ആവശ്യത്തിൽ കൂടുതൽ ഇടപെടലുകൾ ഒഴിവാക്കുക. അമ്മായിയമ്മ തനിക്കു ചുറ്റും അതിർവരമ്പുകൾ നിശ്ചയിക്കണം. 3. മകനെയും മരുമകളെയും നിരന്തരം വിലയിരുത്തിക്കൊണ്ടിരിക്കരുത്. 4. മകൻ്റെയും മരുമകളുടെയും വ്യക്തിജീവിതത്തിൽ തൻ്റെ നിയന്ത്രണങ്ങൾ വെക്കരുത്. 5. ആരോഗ്യകരമായ അതിർവരമ്പുകൾ നിശ്ചയിക്കുന്നതിന് മറ്റുള്ളവരോടും സ്വന്തത്തോടുമുള്ള ആദരവ് വർദ്ധിപ്പിക്കുകയും ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനത് സഹായിക്കുകയും ചെയ്യും. അതിനാൽ മാതാവ് തൻ്റെ മകൻ്റെയും മരുമകളുടെയും സ്വകാര്യതയെ ബഹുമാനിക്കണം. 6. വിവേകപൂർവ്വം ചിന്തിക്കുവാനും പെരുമാറുവാനും പ്രതികരിക്കുവാനും സ്വയം പരിശീലിക്കണം. ഖുർആൻ പഠനത്തിലൂടെയും നബി ചരിത്രത്തിലൂടെയും മറ്റും സഹാബികളുടെ ചരിത്രം പഠിക്കുന്നതിലൂടെയും ഇത് സാധ്യമാകും. 7. കാര്യം, ഓരോ സാഹചര്യവും തൻ്റെ സൗഹാർദ്ദപരവും തന്ത്രപരവുമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ചാൽ ഈ കാര്യത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അതോടൊപ്പം മകൻ്റെയും മരുമകളുടെയും മേൽ തനിക്കുള്ള സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തരുത്. 8. കാര്യം, എല്ലാത്തരം സാഹചര്യങ്ങളിലും ആത്മാർത്ഥത കൈവിടാതിരിക്കണം. 9. മകനെയും മരുമകളെയും പ്രീതിപ്പെടുത്തുവാനുള്ള തത്രപ്പാടിൽ ബഹുദൂരം മുന്നോട്ട് പോകരുത്. അത് പിന്നെ അവരുടെ സ്വകാര്യതകളിൽ അറിയാതെയുള്ള കൈകടത്തലായി പോകും. 10. സ്വന്തം കുടുംബത്തിൽ മരുമകളുടെ സ്ഥാനം തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനമാണ്. ഏറ്റവും സമ്മതമായ രീതിയിൽ മരുമകൾക്കു വേണ്ട മാർഗദർശനങ്ങളും ഉപദേശങ്ങളും നൽകണം. സൗഹാർദ്ദപരവും ആത്മാർത്ഥവുമായി ഈ സമീപനം മരുമകൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അവളുടെ കടമകൾ നിർവഹിക്കാൻ സഹായകമാകും. അത് അവളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും. 11. മരുമകളുടെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളെ നോക്കിക്കാണാൻ അമ്മായിയമ്മക്ക് സാധിക്കണം. അവളുടെ ജീവിത വീക്ഷണത്തെയും സ്വപ്നങ്ങളെയും കാരുണ്യത്തോടെയും കരുതലോടെയും ബഹുമാനിക്കണം. ഇത് രണ്ടുപേരും തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കുകയും തൻ്റെ ജീവിതത്തിൽ അമ്മായിയമ്മയുടെ സാമീപ്യം അവർ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും ചെയ്യും. ഇനി ഇസ്ലാമിക വീക്ഷണത്തിൽ എങ്ങനെ കാര്യങ്ങൾ വിവേകപൂർവ്വം കൈകാര്യം ചെയ്യാമെന്ന് നോക്കണം. അതിനൊന്നാമതായി ശ്രദ്ധിക്കേണ്ടത് കുലീനമായ പെരുമാറ്റവും അത്യുന്നതമായ മൂല്യങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാൻ ഇത് നമ്മെ സഹായിക്കും. മറ്റുള്ളവരുടെ അവകാശങ്ങൾക്ക് കോട്ടം വരാത്ത രീതിയിൽ കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കാതെ വിവേകപൂർവ്വം കാര്യങ്ങൾ സമാധാനപരമായി കൊണ്ടുപോകൽ ഇസ്ലാം നൽകുന്ന പാഠം മാത്രമായിരിക്കും. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ബുഇസ്തു ലിഉത്തിമ്മ സാലിഹൽ അഖ്ലാഖ്, എന്നെ അയച്ചത് സൽസ്വഭാവം പൂർണ്ണമാക്കാൻ വേണ്ടിയാണ്. ഈ ഹദീസിൽ നിന്ന് വ്യക്തമാകുന്നത് ഉത്തമമായ പെരുമാറ്റ രീതികൾ ഒരാളുടെ സ്വഭാവവും മൂല്യങ്ങളും പൂർത്തീകരിക്കുന്നു എന്നതാണ്. ഒരാളുടെ ആത്മീയ തലത്തിലുള്ള വളർച്ചയാണ് വിശ്വാസത്തിൻ്റെ അന്തസ്സത്തയെന്നും ഇതിൽ നിന്നും മനസ്സിലാക്കാം. 2. ഇസ്ലാം അപക്വമായ പെരുമാറ്റ രീതികളെയും മറ്റുള്ളവരുടെ ജീവിത സ്വകാര്യതകളിൽ ആവശ്യമില്ലാത്ത കടന്നുകയറ്റത്തെയും അഹംഭാവത്തെയും തടുക്കുന്നു. ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്കാല ഹബ്ബത്തിൻ മിനൽ കിബർ, ഹൃദയത്തിൽ അണുമണി തൂക്കമെങ്കിലും അഹങ്കാരമുള്ള ഒരുവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ സൽക്കർമ്മങ്ങളുടെ തുലാസിൽ നല്ല പെരുമാറ്റത്തോളം ഭാരമുള്ള ഒന്നുമില്ല. 3. കാര്യം, എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിവിധി ക്ഷമയും അള്ളാഹുവിനോടുള്ള പാപമോചനം തേടലുമാണ്. وَأَنِسْتَغْفِرُوا رَبَّكُمْ ثُمَّ تُوبُوا إِلَيْهِ يُمَتِّعُكُمْ مَتَاعًا حَسَنًا إِلَى أَجَلٍ مُّسَمًّى وَيُؤْتِي كُلَّ ذِي فَضْلٍ فَضْلَهُ وَإِن تَوَلَّوْا فَإِنِّي أَخَافُ عَلَيْكُمْ عَذَابَ يَوْمٍ كَبِيرٍ. നിങ്ങളുടെ നാഥനായ അള്ളാഹുവിനോട് പാപമോചനം തേടുക, അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. എങ്കിൽ ഒരു നിശ്ചിത കാലം വരെ അവൻ നിങ്ങൾക്ക് ഉത്തമമായ ജീവിത വിഭവം നൽകും. ശ്രേഷ്ഠത പുലർത്തുന്നവർക്ക് തങ്ങളുടെ ശ്രേഷ്ഠതക്കൊത്ത പ്രതിഫലമുണ്ട്. അഥവാ നിങ്ങൾ പിന്തിരിയുന്നുവെങ്കിൽ ഭീകരമായ ഒരു നാളിലെ ശിക്ഷ നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. 4. കാര്യം, തന്നെ സംബന്ധിക്കാത്ത കാര്യങ്ങളിൽ തലയിടാതിരിക്കുന്നത് ഒരു നല്ല പെരുമാറ്റ മര്യാദകളുടെ ഭാഗമാണെന്ന് അമ്മായിയമ്മ സ്വയം ഓർമ്മപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നത് ഇസ്ലാമിൻ്റെ പെരുമാറ്റ മര്യാദകളിൽ നിന്നുള്ളതാണ്. 5. കാര്യം, മറ്റു സഹജീവികളോടുള്ള ദയായും
ദയാവായ്പും ആദരവും നല്ല പെരുമാറ്റ മര്യാദകളിൽപ്പെട്ടതാണ്. ആകയാൽ ഈ തത്വങ്ങൾ സ്വന്തം ജീവിത ശൈലിയുടെ ഭാഗമാക്കാൻ കഴിഞ്ഞാൽ അമ്മായിമ്മ മരുമകൾ ബന്ധത്തിൻ്റെ ഊഷ്മളത നിലനിൽക്കും. അള്ളാഹുവിൻ്റെ അടിമകളിൽ അവൻ ഏറ്റവും പ്രിയപ്പെട്ടവൻ ഏറ്റവും നല്ല മര്യാദ ശീലിക്കുന്നവരാണ്. ആറാമത്തെ കാര്യം, അനാവശ്യമായ സംഭാഷണങ്ങൾ ഒഴിവാക്കുകയും നല്ല കാര്യങ്ങൾ മാത്രം പറയുവാൻ ശീലിക്കുകയും ചെയ്താൽ കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. കുടുംബാംഗങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ അന്യോന്യം തലയിടാതിരിക്കാനും ആ പെരുമാറ്റ മര്യാദകളിൽ പെട്ടതാകുന്നു. അഹംഭാവം വെടിയുകയും വിനയം കൈവരിക്കുകയും ചെയ്യേണ്ടതാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറ ഔ ലിയസ്മുത്. ആർ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ അവർ നല്ലത് മാത്രം പറയട്ടെ, അതിന് സാധിക്കുന്നില്ലെങ്കിൽ മൗനം പാലിക്കട്ടെ. ഏഴാമത്തെ കാര്യം, സൂക്ഷ്മത പുലർത്തുകയും മകൻ്റെയും മരുമകളുടെയും ജീവിതത്തിൽ അന്വേഷണാത്മക മനോഭാവം വെടിയുകയും ചെയ്യണം. വഅലമു അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും വഹ്ദറൂഹു. നിങ്ങളുടെ മനസ്സിലുള്ളത് അള്ളാഹു അറിയുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും അവനെ നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഒരു ദുഷ്കർമ്മത്തെ ഒരു സൽക്കർമ്മം കൊണ്ട് ഇല്ലാതാക്കുകയും മറ്റുള്ളവരോട് ഏറ്റവും ഉത്തമമായ നിലയിൽ പെരുമാറുകയും ചെയ്യുക. എട്ടാമത്തെ കാര്യം, മറ്റുള്ളവരുടെ സ്വകാര്യതകളിൽ ഇടപെടുന്നതും അവരുടെ രഹസ്യങ്ങളെ പിന്തുടരുന്നതും അവരുടെ കുറവുകളെയും തെറ്റുകളെയും വലുതായി കാണുന്നതും ഇസ്ലാം നിരോധിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും വലാ നിസാഇൻ മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻകുന്ന വലാ തൽമിസൂ അൻഫുസകും വലാ തനാബസൂ ബിൽ അൽഖാബ് ബിഅസ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ വമൻ ലൻ യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. സത്യവിശ്വാസികളെ, ഒരു ജനവിഭാഗം മറ്റൊരു ജനവിഭാഗത്തെ പരിഹസിക്കരുത്. ഇവർ പരിഹസിക്കപ്പെടുന്നവർ അവരെക്കാൾ നല്ലവരായിരുന്നേക്കാം. ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെയും പരിഹസിക്കരുത്. ഇവർ പരിഹസിക്കപ്പെടുന്ന സ്ത്രീകൾ മറ്റുള്ളവരെക്കാൾ നല്ലവരായിരിക്കാം. നിങ്ങൾ അന്യോന്യം കുത്തുവാക്ക് പറയരുത്. നിങ്ങൾ പരിഹാസപ്പേര് വിളിച്ച് പരസ്പരം അഭിമാനിക്കുകയും ചെയ്യരുത്. സത്യവിശ്വാസം കൈക്കൊണ്ടതിന് ശേഷം അധാർമികമായ പേര് വിളിക്കുന്നത് എത്രയോ ചീത്ത. വല്ലവനും പശ്ചാത്തപിക്കാത്ത പക്ഷം അത്തരക്കാർ തന്നെയാകുന്നു അക്രമികൾ. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദൻ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹു വത്തഖുല്ലാഹ ഇന്നല്ലാഹ തവ്വാബുർ റഹീം. സത്യവിശ്വാസികളെ, ഊഹത്തിൽ മിക്കതും നിങ്ങൾ വെടിയുക. തീർച്ചയായും ഊഹത്തിൽ ചിലത് കുറ്റകരമാകുന്നു. നിങ്ങൾ ചാരവൃത്തി നടത്തുകയും അരുത്. നിങ്ങളിൽ നിന്ന് ചിലരെ പറ്റി അവരുടെ അഭാവത്തിൽ ദുഷിച്ചു പറയുകയും അരുത്. തൻ്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവൻ്റെ മാംസം ഭക്ഷിക്കുവാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? എന്നാൽ അത് നിങ്ങൾ വെറുക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവെ നിങ്ങൾ സൂക്ഷിക്കുക. തീർച്ചയായും അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഉത്തമമായ ഒരു അമ്മായിയും മരുമകൾ ബന്ധത്തിൻ്റെ ഗുണഗണങ്ങൾ നിരവധിയാണ്. ഇസ്ലാമികമായ ജീവിത രീതി കൈവരിക്കുന്ന ജീവിതം കൂടുതൽ സന്തോഷഭരിതമാവുകയും കുടുംബാംഗങ്ങളുടെ മൊത്തത്തിലുള്ള ശാരീരികവും മാനസികവുമായ ഭദ്രത ഉറപ്പുവരുത്തുകയും അത് ക്രമേണ കുടുംബത്തിൻ്റെ ഐക്യത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കുകയും ഈ കുടുംബബദ്ധത ഒരു ഉത്തമ സമൂഹം കെട്ടിപ്പടുക്കുന്ന കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കുന്നു. അത് ക്രമേണ ഉത്തമമായ ഒരു ജനതയെ വാർത്തെടുക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.